നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫ്രാങ്കോ മസ്റ്റൻഡൂനോയുടെ കാര്യത്തിൽ പരാതി നൽകേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഒസാസുന. എന്നാൽ ഇന്ന് സ്പാനിഷ് ടൈം ഉച്ചയ്ക്ക് 2 മണി വരെ മറ്റേത് ലാലിഗ ക്ലബിന് വേണമെങ്കിലും പരാതി കൊടുക്കാം. അതാണിപ്പോൾ സ്പെയിനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ. ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ഇന്നലെ റയൽ മാഡ്രിഡിനായിട്ട് ലാലിഗയിൽ അരങ്ങേറ്റ മത്സരം കളിച്ചു. അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ രണ്ടാം പകുതിയുടെ അവസാനത്തിൽ കളിക്കളത്തിലേക്ക് വരികയായിരുന്നു. അർജൻറ്റീൻ യുവ സൂപ്പർ താരം 18-കാരനായിട്ടുള്ള പയ്യൻ, അവനെ ഇപ്പോൾ റയൽ മാഡ്രിഡ് ബിയിലാണ്, കസിയയിലാണ് അവനെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് റയൽ മാഡ്രിഡ് തന്ത്രപൂർവ്വം ചെയ്തതാണെന്നും യഥാർത്ഥത്തിൽ താരത്തെ ഫസ്റ്റ് ടീമിൽ തന്നെ കളിപ്പിക്കാനാണ് ഉദ്ദേശമെന്നും, വെറുതെ ഫസ്റ്റ് ടീമിലെ ഒരു സ്പേസ് വേക്കൻ്റ് ആക്കുക, വേണമെങ്കിൽ ഇനി ഒരു സൈനിങ് നടത്തുക, അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിൽ ലോ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് റയൽ മാഡ്രിഡ് ചെയ്ത ഒരു നീക്കമാണിത് എന്ന് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ കസിയയിലേക്കായിരിക്കും എന്ന വാർത്ത വന്നപ്പോൾ തന്നെ സ്പെയിനിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. വേണമെങ്കിൽ മറ്റ് ക്ലബ്ബുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നലെ അവനെ കളിപ്പിക്കുകയും ചെയ്തു. 30-ാം നമ്പർ ജേഴ്സിയാണ് അവൻ അണിയുന്നത്. അത് റിസർവിലെ ജേഴ്സിയാണ്. അപ്പം ഇത് മനഃപൂർവ്വം ചെയ്തതാണ്, ഇംപ്രോപ്പർ ലൈനപ്പാണ് റയൽ മാഡ്രിഡിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ പരാതി കൊടുക്കാം. ഒസാസുന പക്ഷേ അത് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം റയൽ മാഡ്രിഡ് തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഒസാസുന വിശ്വസിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ യങ് പ്ലെയേഴ്സിനെ ഇതുപോലെ റിസർവ് ടീമിൽ രജിസ്റ്റർ ചെയ്യാറുണ്ട്. ആവശ്യമുള്ളപ്പോൾ അവരെ ഫസ്റ്റ് ടീമിൽ കളിപ്പിക്കാറുമുണ്ട്. ഇതിനെ അത്തരത്തിൽ മാത്രം കണ്ടാൽ മതി എന്നല്ലാതെ റയൽ മാഡ്രിഡ് എന്തെങ്കിലും ലോ വയലേറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഒസാസുന ഇപ്പോൾ കരുതുന്നത് എന്നാണ് സ്പെയിനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. അതേസമയം മറ്റ് ക്ലബ്ബുകൾക്ക് വേണമെങ്കിൽ 2 മണി വരെ സമയമുണ്ട് ഇതിൽ ഇംപ്രോപ്പർ ലൈനപ്പിന് പരാതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്ത് സംഭവിക്കും ആ കാര്യത്തിൽ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും 18-കാരനായിട്ടുള്ള പയ്യൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പ്രസ്ഡാണ് സാബി അലോൺസോ. അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു, ഫ്രാങ്കോയുടെ പെർഫോമൻസിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അവന് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും, ഗുഡ് എനർജി അവൻ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫ്രാങ്കോ മസ്റ്റൻഡൂനോ ലുക്ക്ഡ് ഗുഡ്. ഞാൻ വിചാരിക്കുന്നത് അവന് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അവന് മിനിറ്റ്സ് കൊടുത്തത്. തീർച്ചയായിട്ടും അവൻ വളരെയധികം റെഡിയാണ്. ഈ റിയലി വാണ്ടഡ് ഇറ്റ് എന്നാണ് ഇപ്പോൾ സാബി അലോൺസോ യുവതാരത്തിൻ്റെ കാര്യത്തിൽ പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.